2 മാസക്കാലം നീണ്ടുനിന്ന അൽ ഇർഷാദ് ദഅ്വ കോളേജ് ലൈഫ് ഫെസ്റ്റിവലിന് പ്രൗഢസമാപ്തി. 2024 നവംബർ 24 കോളേജ് പ്രിൻസിപ്പൽ താത്തൂർ ഇബ്രാഹിം സഖാഫിയുടെ നേതൃത്വത്തിൽ ഇവന്റ് ലോഞ്ച് ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും അനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തിൽ 2 മാസം നീണ്ടുനിന്ന ഫെസ്റ്റിവലിൽ വിദ്യാർത്ഥികൾ വിശാലമായ കൃഷിഭൂമിയൊരുക്കി. കായികശേഷി വികസിപ്പിക്കുന്നതിന് വെൽനസ് ഡേ കായിക മത്സരങ്ങൾ നടത്തി. പാചകവിദ്യയിൽ നൈപുണ്യം നൽകാൻ കുക്കറി ഷോ മത്സരം സംഘടിപ്പിക്കുകയും വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ 4 ദിവസം നീണ്ട കലാമത്സരങ്ങളോടെ ജൂബിലോ ലൈഫ് ഫെസ്റ്റിവൽ സമാപിച്ചു. അൽ ഇർഷാദ്, ഹിഫ്ൽ കോളേജ്, ദഅ്വ കോളേജ്, ഐറിസ് അക്കാദമി എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് 100 വിദ്യാർത്ഥികൾ 110 മത്സര ഇനങ്ങളിൽ മത്സരിച്ചു. പേപ്പർ വോക്കുകൾ ചുരുക്കി പരിപാടിയുടെ നിയന്ത്രണം മുഴുവനും സോഫ്റ്റ്വെയറിൽ ക്രമീകരിച്ചു. മത്സരഫലങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രൂപത്തിൽ തയ്യാറാക്കുകയും ചെയ്തു. ഉദ്ഘാടന സംഗമത്തിൽ പ്രശസ്ത കവിയും നോവലിസ്റ്റുമായ വിമീഷ് മണിയൂർ സംബന്ധിച്ചു. പരിപാടിയുടെ 2ാം ദിവസം അഖില കേരള ഖുർആൻ പ്രഭാഷണ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. അൽ ഇർഷാദ് ഫാമിലി മീറ്റ് 3ാം ദിനം നടന്നു. നഗരിയിൽ വിവിധ പ്രസാധകരുടെ ബുക്ക് ഫെയർ നടത്തി. നഗരിയെ അണിയിച്ചൊരുക്കുന്ന വോൾ പെയിന്റിങ്ങുകളും അവാർഡ് സോണുകളും കവാടങ്ങളും കടകളും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. താക്കോൽ തുറക്കാം അടയ്ക്കാം എന്ന പ്രമേയത്തിലുള്ള ഫെസ്റ്റിവൽ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വോൾ പെയിന്റിംഗ് തിരിച്ചുവരവിന്റെ താക്കോൽ ചിത്രീകരിച്ചു. സമാപന സംഗമത്തിൽ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ഇർഷാദ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ CK ഹുസൈൻ നീബാരി ഉദ്ഘാടനം ചെയ്തു. അൽ ഇർഷാദ് സെക്രട്ടറി V ഹുസൈൻ മേപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അൽ ഇർഷാദ് സ്ഥാപനങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡയറക്ടർ ഡോക്ടർ അമീർ ഹസൻ അനുമോദന പ്രഭാഷണം നടത്തി.